ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും STP മീഡിയ ആൻഡ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് പവർ ബാങ്ക് ആണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കടയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണിക്സ് പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് നമ്മളൊന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. എന്തൊക്കെയാണുള്ളത്: ഒരു 3 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ ഒരു പീസ് വേണം. 3 ഇഞ്ച് എൻഡ് ക്യാപ്പ് 2 എൻഡ് ക്യാപ്പ് അതിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് USB ബ്ലൂടൂത്ത് മൊഡ്യൂള്. ഇത് മാർക്കറ്റിൽ ഏകദേശം 190 രൂപ വരെ കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ അതിലേക്ക് ആവശ്യമായ ചെറിയൊരു ആംപ്ലിഫയർ ബോർഡ്, ഒരു 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിന് ഏകദേശം 40 രൂപ വരെ വരുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ചാർജിങ്. ഇത് ഈ സ്പീക്കർ നമ്മൾ ഒരു പവർ ബാങ്ക് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പറ്റണം. പിന്നെ ഒരു റീചാർജബിൾ ബാറ്ററി. പിന്നെ അതിലേക്ക് ആവശ്യമായ 2 സ്പീക്കർ. എത്രയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ PVC പൈപ്പിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, അതായത് ഇതിനൊരു ഹാൻഡിൽ, പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊരു ചെറിയ ഒരു ലെഗ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഈ USB ബോർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ചാർജിങ് പോർട്ടിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ 2 എൻഡ് ക്യാപ്പ്. ഇതിലും ഓൾറെഡി നമുക്ക് സ്പീക്കർ ഇതിലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാറ്ററിയിൽ വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് 3.7 വോൾട്ട് 6800 mAh ഉള്ള ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൽ പ്ലസ് പോയിന്റ്, ഇതാണ് പ്ലസ് പോയിന്റ് വരുന്നതാണ് മൈനസ് പോയിന്റ്. അപ്പോൾ നമുക്ക് ബാറ്ററിക്ക് വയർ കണക്ട് ചെയ്യാം. മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വയറിംഗ് ഒക്കെ കണക്ട് ചെയ്യാം. ഇതിൽ ഈ കാണുന്ന പിന്നുകളാണ് ഇതിലെ ഓരോ കണക്ഷൻസ് നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഫസ്റ്റ് കാണുന്ന ഈ 3 പിന്ന്, ഇത് ലെഫ്റ്റ് സൈഡ് ഔട്ട്പുട്ട്, ഇത് ഗ്രൗണ്ട്, ഇത് റൈറ്റ് സൈഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ 3 വയർ എടുത്തിട്ടാണ് നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൽ കൊടുക്കാനുള്ളത്. ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഈ 3 ടെർമിനലിലേക്കാണ് നമുക്ക് ഇന്ന് വയറെടുത്ത് കൊടുക്കാനുള്ളത്. ശേഷം ഇതിൽ 5 വോൾട്ട്, ബാറ്ററിയിൽ നിന്ന് വരുന്ന 5 വോൾട്ട് ഇതിൽ കൊടുക്കണം. ഇതിൽ 2 ആണ് ഈ കാണുന്നത്. അതുപോലെ USB ബോർഡിൽ പവർ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടാണ് ഇത്. നമുക്കിത് കണക്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചാർജർ സോക്കറ്റ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഒട്ടിച്ച് വെച്ചു. പവർ ഓൺ ഓഫ് സ്വിച്ച് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാറ്ററി ഇതിനകത്ത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ബാറ്ററി ഇതിനകത്ത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്.
അപ്പോൾ ബാറ്ററി ഇതിനകത്ത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്പീക്കർ നമ്മൾ ഈ എൻഡ് ഗ്യാപ്പിൽ നമ്മൾ 2 സ്പീക്കർ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ഈ ബോർഡിലേക്ക്, ഇതിൻ്റെ ഈ ബോർഡിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ബോർഡിലത്തെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. USB ബോർഡിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ടിന് ഇതിൽ നേരെ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ഇൻപുട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ആംപ്ലിഫയർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുന്ന് ഈ 2 സ്പീക്കറിക്കുള്ള ഔട്ട് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് പവർ ബാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതാണ് നമ്മൾ ആ ഫ്രണ്ട് പാനലൊക്കെ ബ്ലൂടൂത്ത് പാനലൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ സ്പീക്കർ, 2 സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ് പോയിന്റ്. ഇതിൽ ചാർജിങ്, ഇത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ബാങ്ക് USB സോക്കറ്റാണിത്. ഇത് ഇതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോണിൽ തന്നെ അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കാൻ എടുത്തിട്ടില്ല. റിമോട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ പോലെ തന്നെ ഇതിൽ FM റേഡിയോ ഉണ്ട്. USB നമുക്ക് പെൻഡ്രൈവ് കുത്താം. മെമ്മറി കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. ഓക്സ് കുത്താനുള്ള സ്ലോട്ടുണ്ട് ഇതിൽ. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്കത് ഒന്നും കൂടി പ്ലേ ചെയ്യാം. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് സമയം വൈകിപ്പോയി. ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനേട്ടം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.